വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. യുവമോർച്ചയുടെ രാപ്പകൽ സമരപ്പന്തലിൽ വീണ്ടും നാടകീയ നീക്കവുമായി പോലീസ്. സമരക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും രഹസ്യമായി ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തതിനെതിരെ പ്രവർത്തകർ രംഗത്ത് വന്നു. പോലീസുമായി വാക്കുതർക്കവും ഉണ്ടായി. ഇന്നലെ സമരപ്പന്തൽ പൊളിച്ചു നീക്കാനും പോലീസ് ശ്രമിച്ചിരുന്നു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, യുവമോർച്ച രാപ്പകൽ സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പ്രകോപനപരമായ നിരവധി നീക്കങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഈ രാപ്പകൽ സമരപ്പന്തലിൽ വീണ്ടും പോലീസിന്റെ നാടകീയ നീക്കമാണ്. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഈ സമരപ്പന്തൽ പൊളിച്ചു നീക്കാൻ വീണ്ടും പോലീസ് ശ്രമിക്കുന്നത്? ആരുടെ ആഹ്വാനപ്രകാരമാണ് കേരള പോലീസിന്റെ ഈ ഒത്തുകളി ഈ വിഷയത്തിൽ? അശ്വതി, കഴിഞ്ഞ ദിവസം സമരപ്പന്തൽ പൊളിക്കാനുള്ള പോലീസിന്റെ നീക്കം നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ തന്നെ വീണ്ടും പോലീസ് പ്രകോപനപരമായി പെരുമാറുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സമരപ്പന്തലിലേക്ക് എത്തിക്കൊണ്ട് പ്രവർത്തകരുടെ വിവരശേഖരണങ്ങൾ ബലാൽ സ്വീകരിക്കുന്നു. നേരത്തെ തന്നെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം പോലീസിന് കൈമാറിയതാണ്. എന്നാൽ അതിനെ തുടർന്ന് പിന്നെയും വീണ്ടും ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നീക്കങ്ങളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമരപ്പന്തലിലേക്ക് എത്തുക, പ്രവർത്തകരെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് അവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു. അതോടൊപ്പം തന്നെ ഭീഷണി മുഴക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നു. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇപ്പോൾ നമ്മളോട് ചേരുന്നു. അല്പസമയം മുമ്പാണ് പോലീസിന്റെ ഈ നടപടി ഉണ്ടായത്. ഇത്തരത്തിൽ പ്രവർത്തകരെ ബലാത്കാരമായിട്ട് വിളിച്ചുകൊണ്ട് പേരുവിവരങ്ങൾ ശേഖരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നു. എന്താണ് പോലീസ് ഉദ്ദേശിക്കുന്നത്? അല്ല, പോലീസ് ഉടുക്കുകൂട്ടി പേടിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ്, ഞങ്ങൾ ഈ തീവ്രവാദ സംഘടനയുമല്ല, ഞങ്ങൾ മുഖമില്ലാത്ത സംഘടനയുമല്ല. അന്തസ്സും ആത്മാഭിമാനവുമുള്ള ഈ രാജ്യത്ത് ദേശീയതയോടുകൂടി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ജനാധിപത്യ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള അഭിമാനകരമായ ഒരു സംഘടനയാണ് ഭാരതീയ ജനതാ യുവമോർച്ച. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ കേസെടുത്തോളൂ, നിങ്ങൾ കേസെടുക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമരം തുടരുന്നത്. ഞങ്ങൾക്കെതിരെ കേസെടുക്കുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യും. ഞങ്ങൾ ഈ തെരുവിലുണ്ടാകും. ഞങ്ങൾ കള്ളന്മാർക്കെതിരെയാണ് സമരം ചെയ്യുന്നത്. ഞങ്ങൾ പോലീസിനെതിരെയല്ല, PSCക്കെതിരെയല്ല. എന്നാൽ PSCയുടെ ചെയർമാൻ കള്ളനാണ്. ആ കള്ളനെതിരെ സമരം ചെയ്യും. കാക്കിയിട്ട് നടക്കുന്ന പോലീസന്മാർക്കുള്ളിലും കള്ളന്മാരുണ്ട് എന്ന് കൂടുതൽ സമയം തെളിയിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഇപ്പോൾ സംഭവിച്ചത്? രാവിലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ വന്നു. നിങ്ങളുടെ പേരും ഡീറ്റെയിലും ഞങ്ങൾക്ക് ആവശ്യമാണ്, ഞങ്ങൾ കേസെടുക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളോട് പറഞ്ഞതാണല്ലോ. അപ്പോൾ തന്നെ അവർ തന്ന പേപ്പർ ഈ സമരത്തിൽ വാങ്ങിച്ചു വെച്ച് ഞാൻ അവരുടെ മുമ്പിൽ പേരും അഡ്രസ്സും വയസ്സും അച്ഛൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ എഴുതി സൈൻ ചെയ്തിട്ട് കൊടുത്തു, ഫോൺ നമ്പർ ഉൾപ്പെടെ. ഇത് വച്ചോളൂ, ഇനി ഇതിൻ്റെ പ്രശ്നം വേണ്ട, പക്ഷേ ഞങ്ങൾക്കിവിടെ സമരം നടത്തണം, ഞങ്ങളത് നടത്താനാണ് വന്നത്. അപ്പോൾ പറഞ്ഞു കുറച്ച് പേരുടെ കൂടെ വേണം. ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ പേരെഴുതി കൊടുത്തു, കേസെടുത്തോളൂ. ഇത് നോർമൽ പ്രൊസീജിയർ കഴിഞ്ഞു. പിന്നീട് അതിലും അവർക്ക് പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ സമരത്തിൻ്റെ പല സൈഡുകളിലും വന്നിട്ട് രഹസ്യ പ്രവർത്തനം നടത്തുന്ന പോലെ, ഒളിപ്രവർത്തനം നടത്തുന്ന പോലെ ഓരോ പ്രവർത്തകരെ വിളിക്കുക, ഇങ്ങോട്ട് വരുമ്പോൾ അവരെ പേര് ചോദിക്കുക, അഡ്രസ്സ് ചോദിക്കുക. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും ഇത് പരസ്യമായി പറയാൻ മടിയുള്ളവരല്ല. ഞങ്ങൾ ജനാധിപത്യപരമായി മുഖമുള്ള സംഘടനയാണ്. തീവ്രവാദ സംഘടനകളെയും മുഖമില്ലാത്ത സംഘടനകളെയും പരിചരിച്ചു പോകുന്ന ലീഗിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും കൂടെ നടക്കുന്ന UDFൻ്റെ അല്ല ഞങ്ങൾ ഈ ദേശീയതയോടുകൂടി ചേർന്ന് നിൽക്കുന്ന നരേന്ദ്രമോദിജി പിന്തുടർന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർ സമരപ്പന്തലിൽ വന്നു. ഞങ്ങൾ മാന്യമായിട്ട് എഴുതി കൊടുത്തു, ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾ അവസാനിപ്പിക്കും. അതിൽ നിങ്ങൾ തീർച്ചയായും പോലീസിന്റെ ആസൂത്രിത നീക്കം തന്നെയാണ്. സമരപ്പന്തൽ പൊളിച്ചു നീക്കുന്നു. പലതരത്തിലുള്ള പ്രകോപനം യുവമോർച്ച പ്രവർത്തകർക്ക് മേലെ പോലീസ് നടത്തുന്നു. എന്തായാലും PSC ചെയർമാന്റെ നിർദ്ദേശം അതേപടി അനുസരിച്ചുകൊണ്ട് ഒരു ആസൂത്രിതമായ നീക്കം തന്നെയാണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് യുവമോർച്ച ഇനിയും തങ്ങളുടെ ആവശ്യവുമായി പ്രതിഷേധിക്കും. അതിന് എന്തൊക്കെ ആസൂത്രിത നീക്കം നടന്നാലും അതെല്ലാം തകർത്തെറിയും. തങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് യുവമോർച്ച പ്രവർത്തകർ പറയുന്നത്.